ഹായ് ഫ്രണ്ട്സ്, ആപ്റ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സെക്കൻഡ് സെമസ്റ്റർ BEdൻ്റെ 5th സബ്ജക്റ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പെഡഗോഗി ഓഫ് ദി സബ്ജക്ട്സ് എന്ന് പറയും. അതായത് പാർട്ട് 2 പെഡഗോഗി, 5ാമത്തെ പേപ്പറാണ് പാർട്ട് 2 പെഡഗോഗി BEdൽ സെക്കൻഡ് സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ പെഡഗോഗി സബ്ജക്റ്റ് പാർട്ട് 2-ൽ പ്രധാനമായിട്ടും 5 യൂണിറ്റുകൾ തന്നെയാണ് പഠിക്കാനുള്ളത് നമുക്ക്. അതിൽ ഫസ്റ്റ് വൺ പെഡഗോളജിക്കൽ അനാലിസിസ് എന്ന് പറയും. പെഡഗോളജിക്കൽ അനാലിസിസ് ഓർ പെഡഗോഗിക്കൽ അനാലിസിസ്. സെക്കൻഡ് വൺ ടീച്ചിങ് മോഡൽസ്. ദെൻ തേർഡ് വൺ ആക്ടിവിറ്റി ബേസ്ഡ് ആൻഡ് ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ. ദെൻ ഫോർത്ത് വൺ ലേണിംഗ് റിസോഴ്സസ്. ആൻഡ് ലാസ്റ്റ് വൺ അസസ്മെൻറ്റ് ഇൻ പെഡഗോഗി ഓഫ് ദി സബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഏത് പെഡഗോഗി സബ്ജക്റ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ യൂണിറ്റുകളെല്ലാം അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ ടോപ്പിക്കുകളും കോമൺ ആയിട്ട് അല്ലെങ്കിൽ സെയിം ടോപ്പിക്കുകൾ കടന്നു വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു 5% മാത്രമാണ് വേരിയൻസ് കാണുന്നത്. അതും അതിൽ എക്സാമ്പിളുകൾ കോട്ട് ചെയ്യുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ പെഡഗോഗി എടുത്ത് പഠിച്ച് അല്ലെങ്കിൽ BEd എടുത്ത് പഠിക്കുന്നവർ അവരുടെ എക്സാമ്പിളുകൾ ഇംഗ്ലീഷിനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ലാംഗ്വേജ് കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കണം. അതേസമയം സയൻസ് സബ്ജക്റ്റ്, ഫിസിക്കൽ സയൻസോ അല്ലെങ്കിൽ ബയോളജി സയൻസോ ആണെങ്കിൽ അവരുടെ ബയോളജി സബ്ജക്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എക്സാമ്പിളുകൾ എടുത്ത് പറയുന്നത്. സെയിം ലൈക്ക് കൊമേഴ്സ് ആണെങ്കിൽ, അതേപോലെ തന്നെ മാത്തമാറ്റിക്സ് ആണെങ്കിലൊക്കെ അതാത് പെഡഗോഗിക്കൽ സബ്ജക്റ്റിനനുസരിച്ചുള്ള എക്സാമ്പിളുകളാണ് നമ്മൾ കോട്ട് ചെയ്യാൻ ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ്. മറ്റ് എല്ലാ മേഖലകളും അല്ലെങ്കിൽ എല്ലാ ടോപ്പിക്കുകളും സെയിം ആയിട്ട് കടന്നു വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അത് ഞാൻ കൂടുതലായിട്ട് എവിഡൻസ് അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് പെഡഗോഗിക്കൽ അനാലിസിസ് ആണ്. പെഡഗോഗിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സബ്ജക്റ്റുകളിലും ടീച്ചിങ് മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് എങ്ങനെയാണെന്നുള്ളത് എടുത്തു പഠിക്കുന്നുണ്ട്. ഓരോ സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ ടീച്ചിങ് മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് എങ്ങനെയാണെന്ന് എടുത്തു പഠിക്കുന്നുണ്ട്. അതിൽ ബേസിക്കലി നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ബേസിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്ന് ലാംഗ്വേജ് ബേസിലുള്ള പെഡഗോഗി, അതിനൊരു പ്രത്യേക മെത്തേഡാണുള്ളത്. രണ്ടാമത്തത് സയൻസ് ബേസിലുള്ള ഒരു പെഡഗോഗി. മൂന്നാമത്തത് മാത്തമാറ്റിക്സ് സോൾവ് പ്രോബ്ലം ബേസിലുള്ള പെഡഗോഗി. ദെൻ ലാസ്റ്റ് വൺ സോഷ്യൽ സയൻസ് ബേസിലുള്ള പെഡഗോഗി. അപ്പോൾ ഇവയിൽ എല്ലാത്തിലും ഈ 4 ജനറൽ കാറ്റഗറിയിൽ എടുത്തു നോക്കുന്ന സമയത്ത് എല്ലാത്തിലും സെയിം ആയിട്ട് തന്നെ വരുന്നുണ്ട്. അത് നിങ്ങൾ പഠിക്കുക വഴി നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നമ്മൾ തുടർന്ന് കാണുക വഴി നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ലാംഗ്വേജ് മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും മറ്റ് ഹിന്ദി, ഉറുദു, സംസ്കൃത് പോലുള്ള ഏത് ലാംഗ്വേജുകളാണെങ്കിലും ആ ലാംഗ്വേജുകൾക്ക് ഉപയോഗിക്കുന്ന ടീച്ചിങ് മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നതൊന്ന് വ്യത്യസ്തമായിരിക്കും. അതേപോലെ തന്നെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ, മാത്തമാറ്റിക്സ്, കൊമേഴ്സ് പോലുള്ള സബ്ജക്റ്റുകളിൽ ഓൾമോസ്റ്റ് എന്ത് തന്നെയായിരിക്കും, അതിനൊരു വേറെ മെത്തേഡായിരിക്കും. അതേപോലെ തന്നെ സയൻസ് സബ്ജക്റ്റുകൾ. അപ്പോൾ ഈ സയൻസ് സബ്ജക്റ്റിലുള്ള പെഡഗോഗിക്കൽ സ്ട്രാറ്റജീസും കൊമേഴ്സിലുള്ള പെഡഗോഗിക്കൽ സ്ട്രാറ്റജീസും അതേപോലെ തന്നെ സോഷ്യൽ സയൻസിലുള്ള പെഡഗോഗിക്കൽ സ്ട്രാറ്റജീസും ചില ഭാഗങ്ങളിൽ സെയിം ആയിട്ട് വരുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ എന്ത് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും, കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലുകൾ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സോഷ്യൽ സയൻസിലും കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ഉണ്ടാവാം, സയൻസിലും കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ഉണ്ടാവാം. ഈവൻ നമ്മളുടെ മാത്തമാറ്റിക്സ് ആണെങ്കിലും കൊമേഴ്സിലാണെങ്കിലും അതേപോലെ തന്നെ സയൻസ് സബ്ജക്റ്റിലും സോഷ്യൽ സയൻസ് സബ്ജക്റ്റിലും എല്ലാത്തിലും കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ഒരു പരിധി വരെ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റേഷ്യോസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൽ വളരെ കുറച്ച് കോൺസെപ്റ്റ് വേണ്ടി വരുന്നുള്ളൂ, എന്നാൽ സോഷ്യൽ സയൻസിൽ വളരെ കൂടുതൽ വേണ്ടിയിട്ടുണ്ട്. സയൻസ് സബ്ജക്റ്റിലും മാത്സിനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് കോൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ വേരിയൻസ് വ്യത്യാസമുണ്ടാവും. എങ്കിലും കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്ന് പറയുന്നത് എല്ലായിടത്തിലും ഒരു പരിധി വരെ യൂസ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് നമ്മളുടെ പെഡഗോഗിക്കൽ ഏരിയ പാർട്ട് 2-ൽ എടുത്ത് പഠിക്കുന്ന മേഖല എന്ന് പറയുന്നത് ടീച്ചിങ് മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ആണെന്നുള്ളതാണ്. ഓരോ ടീച്ചിങ് നമ്മൾ നടത്താൻ പോകുമ്പോൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സുകളും അതിൻ്റെ രീതികളും അതിൻ്റെ ആക്ടിവിറ്റികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഏതിൽ പഠിക്കുന്നത്, ഈ പാർട്ട് 2-ൽ എടുത്ത് പഠിക്കുന്ന 5 യൂണിറ്റുകളിലൂടെ നമ്മൾ എടുത്ത് പഠിക്കുന്നത് ആ കാര്യമാണെന്നുള്ളത് പ്രത്യേകം എടുത്തു നോക്കുക. അപ്പോൾ പെഡഗോഗിക്കൽ അനാലിസിസ് യൂണിറ്റിൽ നമ്മൾ കണ്ടന്റ് നോക്കുമ്പോൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും കണ്ടന്റ് സെയിം ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. അത് മാത്തമാറ്റിക്സ് ആണെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള കണ്ടന്റുകൾ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇംഗ്ലീഷിലാണെങ്കിലും സെയിം കണ്ടന്റാണ് വരുന്നത്. അതേപോലെ
അതേപോലെ തന്നെ ഫിസിക്കൽ സയൻസിലും ബയോളജിക്കൽ സയൻസിലും സെയിം കണ്ടന്റ് തന്നെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ജോഗ്രഫി അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളിലും സെയിം കണ്ടന്റ് ആണ്. അതേപോലെ തന്നെ കൊമേഴ്സ് ആൻഡ് അക്കൗണ്ടൻസിയിലും എന്ത് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള കണ്ടന്റുകളാണ്. ഇനി ഫസ്റ്റ് യൂണിറ്റിൻ്റെ കണ്ടന്റുകളെ പ്രധാനമായിട്ടും 4 തരംതിരിച്ചിട്ടുണ്ട്. 3 പ്രധാനമായിട്ടുമുള്ളത്. അതിൽ ഇൻട്രൊഡക്ഷൻ ഒന്നായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ രണ്ടാമതായിട്ട് വരുന്നത് പാരാഡിജം ഷിഫ്റ്റ് ഫ്രം പെഡഗോഗി ടു ആൻഡ്രോഗോഗി ടു ഹെട്രോഗോഗി. ഓക്കെ, പെഡഗോഗി, ആൻഡ്രോഗോഗി ആൻഡ് ഹെട്രോഗോഗി, ഇങ്ങനെ 3 ഗോഗികൾ എടുത്ത് പറയുന്നുണ്ട്. ഒന്ന് പെഡഗോഗി തന്നെയാണ്, മറ്റൊന്ന് ആൻഡ്രോഗോഗിയാണ്, മറ്റൊന്ന് ഹെട്രോഗോഗിയാണ്. ദെൻ മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മീനിങ് ഓഫ് ക്രിട്ടിക്കൽ പെഡഗോഗി, ദെൻ ഇൻട്രാക്ഷൻ അനാലിസിസ്. അപ്പോൾ ഈ ഒരു 3 ടോപ്പിക്കുകൾ, ബേസിക്കലി 3 ടോപ്പിക്കുകളാണ് ഈ ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് എടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ എല്ലാവരും ഈ ക്ലാസ്സുകൾ നിർബന്ധമായിട്ട് കാണണം. ഇംഗ്ലീഷിലാണെങ്കിലും ഫിസിക്കൽ സയൻസിലുള്ളവരാണെങ്കിലും ബയോളജി സയൻസിലുള്ളവരാണെങ്കിലും കമ്പ്യൂട്ടർ സയൻസിലുള്ളവരാണെങ്കിലും മാത്തമാറ്റിക്സിലുള്ളവരാണെങ്കിലും അതേപോലെ തന്നെ കൊമേഴ്സ് ആൻഡ് അക്കൗണ്ടൻസിയിലുള്ളവരാണെങ്കിലും സോഷ്യൽ സയൻസിലുള്ളവരാണെങ്കിലും എല്ലാവരും എന്ത് ചെയ്യണം, ഈ നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകൾ മുഴുവനായിട്ടും കാണണം. 95% എല്ലാവർക്കും കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ഞാൻ സിലബസ് ചെക്ക് ചെയ്ത സമയത്ത് ഒരു 5% നിങ്ങളുടെ വേരിയൻസ് കാണുന്നത്. അപ്പോൾ ആ 5% നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വായിക്കുക അല്ലെങ്കിൽ ആ ഒരു ഞാൻ തരുന്ന നോട്ടുകളൊക്കെ റെഫർ ചെയ്യുക വഴി നിങ്ങൾ അതിൽ നിന്നും വേരി ചെയ്ത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പാരഡിജം ഷിഫ്റ്റ് ഫ്രം പെഡഗോഗി ടു ആൻഡ്രോഗോഗി ടു ഹെറ്റഗോഗി എന്നുള്ളതിൽ പ്രധാനമായിട്ടും വരുന്ന സബ് പോയിന്റ്സുകൾ എന്ന് പറയുന്നത് എന്താണ് പെഡഗോഗി, എന്താണ് ആൻഡ്രോഗോഗി, എന്താണ് ഹെറ്റഗോഗി. ഇനി ഈ 3ൻ്റെയും തന്നെ ഇവാലുവേഷനും ഈ 3ൻ്റെയും കമ്പാരിസണും അതിൻ്റെ കോൺസെപ്റ്റും സ്റ്റെപ്പുകളുമാണ് ഏതിൽ വരുന്നത്, ഈ രണ്ടാമത്തെ പാർട്ടിൽ വരുന്നത്. അപ്പോൾ പെഡഗോഗി, ആൻഡ്രോഗോഗി, ഹെറ്റഗോഗി എന്നുള്ളതിൽ അവ 3ഉം എന്താണെന്ന് നിങ്ങൾ എഴുതാൻ പറയണം, മനസ്സിലാക്കണം. അതുകൂടാതെ തന്നെ അതിൻ്റെ കമ്പാരിസണും അതിൻ്റെ ഇവാലുവേഷനും കൂടി എഴുതാൻ നിങ്ങൾ ശ്രമിക്കണം. ഇത് 100% ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ചോദിച്ചിട്ടുള്ളതാണ്, പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ഈ യൂണിറ്റിൽ നിന്നും ഈ ഒരു രണ്ടാമത്തെ ടോപ്പിക്കാണ് എടുത്ത് ചോദിച്ചിട്ടുള്ളത്. പിന്നെ എന്താണ് ക്രിട്ടിക്കൽ പെഡഗോഗി, എന്താണ് ഇൻട്രാക്ഷൻ അനാലിസിസ്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ പെഡഗോഗിയിൽ അതിൻ്റെ നീഡ്സും ഇമ്പോർട്ടൻസും മാത്രമാണ്. ടീച്ചർ എഡ്യൂക്കേഷനിലുള്ള ഇംപ്ലിക്കേഷൻസും അതേപോലെ തന്നെ അതിൻ്റെ നീഡ്സുമാണ് ഏതിൽ പറയുന്നത്, ക്രിട്ടിക്കൽ പെഡഗോഗിൻ്റെ കാര്യത്തിൽ നമ്മളെടുത്ത് പഠിക്കാനുള്ളത്. ദ ലാസ്റ്റ് വൺ ഇൻട്രാക്ഷൻ അനാലിസിസ്. ഈ ഇൻട്രാക്ഷൻ അനാലിസിസിൽ 2 പേരുടെ ഇൻട്രാക്ഷൻ അനാലിസിസ് ആണ് പ്രധാനമായിട്ടും നമ്മൾ എടുത്ത് പഠിക്കാനുള്ളത്. എല്ലാ പെഡഗോഗി സബ്ജക്റ്റുള്ളവരും എടുത്ത് പഠിക്കേണ്ടതാണ്. അതിൽ ഫ്ലണ്ടേഴ്സ് സിസ്റ്റം ഓഫ് ഇൻട്രാക്ഷൻ അനാലിസിസും ഉണ്ട്, ഗാലോവേസ് സിസ്റ്റം ഓഫ് ഇൻട്രാക്ഷൻ അനാലിസിസും ഉണ്ട്. അപ്പോൾ ഫ്ലണ്ടേഴ്സ് സിസ്റ്റം ഓഫ് ഇൻട്രാക്ഷൻ അനാലിസിസും ഗാലോവേസ് സിസ്റ്റം ഓഫ് ഇൻട്രാക്ഷൻ അനാലിസിസും അതിൽ 4ാമത്തെ ടോപ്പിക്കായിട്ട് എടുത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഷുവറായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള 2 മേഖല എന്ന് പറയുന്നത് ഒന്ന് പാരാഡിജം ഷിഫ്റ്റ് ഫ്രം പെഡഗോഗി ടു ആൻഡ്രോഗോഗി ടു ഹെറ്റഗോഗി. ദെൻ രണ്ടാമതായിട്ട് വരുന്നത് ഇൻട്രാക്ഷൻ അനാലിസിസ് ആണ്. ഈ 2 ടോപ്പിക്കുകളെ ഫസ്റ്റ് നിങ്ങൾ ഓവർലുക്കിങ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് പഠിച്ചതിന് ശേഷം മറ്റു മേഖലയിലേക്ക് പോവാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഓരോ ടോപ്പിക്കുകളിലൂടെ നമുക്ക് കടന്നു പോകാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക, എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്.